ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിങ് റൂം ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു റൂം ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചതും മിനി സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മളിങ്ങനെ വരിപ്പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വേഗത്തിലൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പഴയ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റും പിന്നെ അതിൻ്റെ വിഡ്ത്തും ഒക്കെ കുറച്ച് കൂട്ടിയിട്ടായിരുന്നു ഞാൻ കട്ടിംഗ് ടേബിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിന് 4 വീലാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേഗത്തിൽ എനിക്ക് നീക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഹൈറ്റിൽ കാര്യമായ വലിയ പുരോഗതിയൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഡൈനിങ് ടേബിളുമായിട്ട് ഞാൻ ഇതിനൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ ഇതിൻ്റെ വിഡ്ത്തൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 2 പ്ലൈവുഡ് ജോയിൻ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നീക്കിയിട്ടിട്ട് ഇത് നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് മാറ്റാൻ പോവുകയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിനാണ് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൂമിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റുന്ന ശീലമുള്ളത് കാരണം ഈ പ്ലൈവുഡൊക്കെ ചിലപ്പോൾ എനിക്ക് പിന്നെയും വേണ്ടി വരും. അപ്പോൾ ഒന്നും കളയുന്നൊന്നുമില്ല. തൽക്കാലം ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ടേബിളിൻ്റെ അടിയിൽ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവന്ന കുറേയധികം കാർട്ടനുകളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒരു കുഞ്ഞ് സ്റ്റോർ റൂമുണ്ട്, അവിടേക്ക് ഞങ്ങൾ മാറ്റുവാണ്. പിന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഡൈനിങ് ടേബിൾ നമ്മളിപ്പോൾ കട്ടിംഗ് ടേബിളിൻ്റെ പൊസിഷനിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേബിളിന് ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സൈസ് കുറച്ചിട്ടിടാം. പിന്നെ അതുപോലെ താഴെ 2 ഡ്രോയർ ഉള്ളത് കാരണം അവിടെ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇൻ്റർലോക്കും മെഷീനും ഒക്കെ ഈ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെളിച്ചത്തിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിടുന്നുണ്ട്. എപ്പോഴും യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മാത്രം ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാക്കിയൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസർ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡും പിന്നെ ഈ ഒരു 2 ഈ ഹാങ്ങിങ് ഓർഗനൈസറും ഞാൻ ഐക്യന്ന് മേടിച്ചതാണ്. ഇത് ഭയങ്കര ഉപകാരിയാണ്. കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ശരിക്കും ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകാത്തതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ് പോലെ ഒരു സംഭവം ഉണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മാനിക്യൂനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ തന്നെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഹോളിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലക്കുറവായത് കാരണം ഈ ഒരു അക്യൂറിയവും പിന്നെ അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളും ഒക്കെ ഈ ഒരു റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒഴിവാക്കി ഇടുന്നുണ്ട്. ബാക്കി ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ, കട്ടിംഗ് ടേബിൾ ഇതെല്ലാം ഒരു ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മുന്നേ കട്ടിംഗ് ടേബിളായിട്ട് ഉപയോഗിച്ചിരുന്ന അതാണ് നമ്മളിപ്പോൾ ഡൈനിങ് ടേബിൾ ആക്കിയിരിക്കുന്നത്. അതിന് വീതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റാക്ക് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അക്വേറിയം വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അത് കാരണം അത് വെച്ചിട്ട് അതിന് ചുറ്റുള്ള പണികൾ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് എല്ലാം ഈ ഒരു കോർണറിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കട്ടിംഗ് ടേബിൾ, സ്റ്റിച്ചിങ് മെഷീന്, പിന്നെ ഇൻ്റർലോക്ക്, അതുപോലെ തന്നെ സ്റ്റീമർ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷൂ റാക്ക് എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നു. അതും ഈ ഒരു കോർണറിലായിട്ട്, അതായത് ഇപ്പോൾ ഗൾഫിലുള്ള വില്ലകളിലൊക്കെ 2 ഹോള് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു അഡീഷണൽ ഹോളാണ്. അപ്പോൾ മെയിൻ ഹോളിൽ പറ്റാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹോളിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും ഇൻക്ലൂഡിങ് എൻ്റെ ഒരു സ്റ്റിച്ചിങ് റൂമുമായിട്ടാണ് ഈ ഒരു ഹോള് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ ആയിരുന്നു ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതൊന്നും കറക്റ്റ് ആവാത്തത് കാരണം അധികം വീഡിയോ ഒന്നും ഇടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞാനിങ്ങനെ ഒരു ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രോയറിനകത്തായിട്ടാണ് ഞാൻ എല്ലാ നൂലുകളും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് പൊടിയടിക്കുന്നത് കാരണം അത് ആ ഒരു ഡ്രോയറിൻ്റെ തന്നെ ഒരു അടപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു അടപ്പുകൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാൻ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. പിന്നെ കട്ടിംഗ് ടേബിളിന് അടുത്തായിട്ട് തന്നെ സ്റ്റീമറും അയൺ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിലുള്ള വിൻഡോയിൽ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഇപ്പം ലേസസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാബിനറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാബിനറ്റും പിന്നെ ഈ മാനിക്യൂൻസും ഇത് ജ്വല്ലറി ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും ഞാനതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലായിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണിയെന്ന് പറയുന്നത് ഈ ഒരു റൂമൊന്ന് സെറ്റാക്കി എടുക്കലായിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.